പ്രിയപ്പെട്ടവരെ, വയനാട് DCC ട്രഷറർ എൻ.എം. വിജയന്റെ ആത്മഹത്യയ്ക്കു പിന്നാലെ DCCക്കെതിരെ ഗുരുതരമായ ആരോപണം. മകന്റെ നിയമനത്തിനായി 17 ലക്ഷം രൂപ DCCക്ക് നൽകി വഞ്ചിക്കപ്പെട്ടെന്ന് ഐസക് താമര ചാലിൽ റിപ്പോർട്ടറിനോട് പറഞ്ഞു. ആ പ്രതികരണം നമുക്കൊന്ന് കേട്ടുവരാം. 17 ലക്ഷം രൂപ ഇവർക്ക് കൊടുത്തു. ഞാൻ ആദ്യം പ്രേമനാണ് 4 ലക്ഷം കൊടുക്കുന്നത്. 28 ലക്ഷം രൂപ സീറ്റ് ചന്ദ്രനാണ്. പിന്നെ ഈ 8 ലക്ഷം കൊണ്ട് പിന്നെ ബാക്കി പിന്നെ മൂന്നാമത് കൊടുക്കുന്നത് ചന്ദ്രൻ്റെ കയ്യിൽ തന്നെയാണ്. അത് 3 പേർക്ക് ഉത്തരവാദിത്തോടെ ഇവരെപ്പോഴും പറയുന്നുണ്ട്. സംസാരിച്ച് പറയാൻ ജോലി തരുന്നതാണ്. മരിക്കുന്നതിന് ഒരു മാസം 1.5 മാസം മുമ്പ് സംസാരിച്ചപ്പോഴും പറഞ്ഞു, നിങ്ങൾ ജോലി തരാം, നിങ്ങൾക്ക് ഒരു കാശം നമ്മൾ ഒഴിവാക്കില്ല. പരിതരണ അയാൾ പറയുള്ളൂ, ഇപ്പോഴും മാറ്റി അയാൾ പറയില്ല, തരാമെന്ന് പറയുള്ളൂ. ഈ പുതിയ ഭരണസമിതി വന്നപ്പോൾ ഈ 2022 പുതിയ ഭരണം വന്നു. ഇവർ പറഞ്ഞു ഒരിക്കലും തരില്ല, പൈസ കൊടുത്തു ഒരു തരില്ല തീർത്തും അവർ പറഞ്ഞു. നമ്മളറിയുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ എൻ്റെ പൈസയ്ക്കുള്ള ബന്ധപ്പാടെ പൈസ വെച്ചിട്ടുണ്ടല്ലോ. അതേസമയം IC ബാലകൃഷ്ണനെതിരെയുള്ള ആരോപണത്തിന് പിന്നിൽ ഗൂഢാലോചനയെന്ന് T. സിദ്ദിഖ് ആരോപിച്ചു. IC ബാലകൃഷ്ണനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാനും അപമാനിക്കാനും കോൺഗ്രസ് അനുവദിക്കില്ലെന്ന് T. സിദ്ദിഖ് MLA പറഞ്ഞു. N.M. വിജയന്റെ മരണം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് IC ബാലകൃഷ്ണൻ MLA വയനാട് SP-ക്ക് പരാതിയും നൽകി. IC ബാലകൃഷ്ണന്റെ രാജി ആവശ്യപ്പെട്ട് MLA ഓഫീസിലേക്ക് CPIM ഇന്ന് മാർച്ചും നടത്തി. വലിയ സ്വീകാര്യതയും ജനബന്ധവുമുള്ള രാഷ്ട്രീയ നേതാവാണ് ശ്രീ IC ബാലകൃഷ്ണൻ. അദ്ദേഹത്തിനെതിരെ പല സമയത്തും CPM സമരം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പല സമയത്ത് സമരം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ രക്തത്തിന് വേണ്ടി CPM ഒരുപാട് ശ്രമം നടത്തി. ആ ശ്രമത്തിലെ അവസാനത്തെ ഉദാഹരണമാണ് ഇത്. അങ്ങനെ ഒറ്റതിരിഞ്ഞ് IC ബാലകൃഷ്ണനെ ആക്രമിച്ച് അദ്ദേഹത്തെ മോശക്കാരനാക്കാനും മറ്റുള്ളതായിരിക്കുന്ന നടപടി അതങ്ങ് വിട്ടുകൊടുക്കാൻ പാർട്ടി തയ്യാറാണ്. ദീപക് മോഹൻ നമുക്കൊപ്പം ചേരുന്നു. ദീപക് മോഹൻ, കോൺഗ്രസിന്റെ പ്രതിരോധം പൊളിയുകയാണോ? IC ബാലകൃഷ്ണൻ പറഞ്ഞതുപോലെ വ്യാജ പരാതി അല്ലല്ലോ. പരാതി കൊടുത്ത ഒരാൾ, ഇപ്പോൾ പണം കൊടുത്ത ഒരാൾ നമുക്ക് മുന്നിൽ തന്നെ വന്ന് പ്രതികരണം നടത്തിയിരിക്കുന്നു. ഐസക് താമരച്ചാലിൽ 17 ലക്ഷം രൂപയാണ് ഐസക് താമരച്ചാലിൽ കൊടുത്തത്. പീറ്റർ മാസ്റ്റർ 30 ലക്ഷം രൂപയോ മറ്റോ ആണ് കൊടുത്തത്. ഇങ്ങനെ നിരവധി പേർ ഈ 3 ബാങ്കുകളിലായി ജോലി നേടാൻ പണം കൊടുത്തു എന്നുള്ളത് ഇപ്പോൾ തെളിഞ്ഞു വരികയാണ്. ഈ ഘട്ടത്തിൽ കോൺഗ്രസിന്റെ പ്രതിരോധം ദുർബലമാവുകയാണോ ദീപക് മോഹൻ? അരുൺകുമാർ, DCC ട്രഷററായിട്ടുള്ള N.M. വിജയൻ്റെയും അദ്ദേഹത്തിൻ്റെ മകൻ്റെയും മരണത്തിൽ അസ്വാഭാവികതയുണ്ടെന്ന് CPM നേരത്തെ ആരോപണം ഉന്നയിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ സുൽത്താൻ ബത്തേരി പോലീസ് സുൽത്താൻ ബത്തേരി DYSPയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം വിജയൻ്റെ വീട്ടിലെത്തി അദ്ദേഹത്തിൻ്റെ ഫോൺ പരിശോധിച്ചിട്ടുണ്ട്. അതായത് സാമ്പത്തികമായുള്ള ഈ ബാധ്യത ഉണ്ടായി എന്നുള്ള ആരോപണവുമായി ബന്ധപ്പെട്ട് ആർക്കൊക്കെയാണ് അദ്ദേഹം സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുള്ളത് എന്നതിനെപ്പറ്റി പോലീസ് വിശദമായി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. നിയമനം, അതായത് സുൽത്താൻ ബത്തേരി അർബൻ ബാങ്കിൽ നിയമനം നൽകാമെന്ന് പറഞ്ഞ് നിരവധി ആളുകളുടെ പക്കൽ നിന്ന് 8 ലക്ഷം രൂപ മുതൽ 25, 30, 35 ലക്ഷം രൂപ വാങ്ങിയിട്ടുണ്ടെന്നുള്ള ആരോപണം ഉയർന്നിരുന്നു. ആ പണം വാങ്ങാനായി ഈ DCCയുടെ ട്രഷററായിട്ടുള്ള N.M. വിജയനും ഒപ്പം DCCയുടെ ചുമതല ആയിട്ടുള്ള അധ്യക്ഷൻ, മുൻ DCC അംഗങ്ങൾ തുടങ്ങിയ ആളുകൾ ഇത്തരത്തിൽ ഇടപെടൽ നടത്തിയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ഒക്കെ CPM വലിയ രീതിയിൽ അത് വിവാദമാക്കിയിരുന്നു. എന്നാൽ അതിനെല്ലാം ഒരുമിച്ച് നിന്ന് പ്രതിരോധിക്കുന്ന ഒരു കാര്യം കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. പക്ഷേ അതെല്ലാം ഇന്ന് പൊളിയുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചേർന്നത്. വൈകിട്ടോടു കൂടിയാണ് കോൺഗ്രസ്, അതായത് ചെറുപ്പം മുതൽ തന്നെ കോൺഗ്രസിൻ്റെ ഉറച്ച ഒരു പ്രവർത്തകനായിരുന്ന കോളിയാടി സ്വദേശി ഐസക് താമരച്ചാലിലാണ് വലിയൊരു ഗൗരവമായ ഒരു ആരോപണവുമായി കോൺഗ്രസിനെതിരെ തന്നെ വന്നിട്ടുള്ളത്. അതായത് അദ്ദേഹത്തിൻ്റെ മകന് ബാങ്കിൽ ജോലി നൽകാമെന്ന് പറഞ്ഞ് N.M. വിജയനും അതുപോലെ തന്നെ കോളിയാടി നെന്മേനിയിലെ കോൺഗ്രസിൻ്റെ ലോക്കൽ നേതാവായിട്ടുള്ള UK പ്രേമൻ, ഒപ്പം CT ചന്ദ്രൻ തുടങ്ങി 3 ആളുകൾ വൻ തുക വാങ്ങിയിരുന്നു. ആ 17 ലക്ഷം രൂപ വാങ്ങി നിരവധി തവണ അദ്ദേഹം ജോലി നൽകുന്നതുമായി ബന്ധപ്പെട്ട ഈ നേതാക്കളെ സമീപിച്ചെങ്കിലും ജോലി നൽകിയില്ല. വർഷങ്ങൾക്കിപ്പുറം നിരവധി തവണ ചോദിച്ചിട്ടാണ് ഈ പണം പല തവണകളായി മടക്കി നൽകിയത്. അതിൽ തന്നെ 17 ലക്ഷം രൂപയിൽ 8,60,000 രൂപ മാത്രമാണ് തിരികെ നൽകിയത്. ബാക്കി തുക ലഭിച്ചില്ല. പുതിയ ഭരണസമിതി വന്ന സമയത്ത് അവർ പറഞ്ഞു ഇങ്ങനെ ഒരു ജോലി ലഭ്യമാകില്ല എന്ന് പറഞ്ഞ സമയത്താണ് ഇദ്ദേഹത്തിന് വഞ്ചിക്കപ്പെട്ടത്, താൻ കബളിപ്പിക്കപ്പെട്ടത്. കോൺഗ്രസിന്റെ പ്രതിരോധം ദുർബലമാവുകയാണ്.